ഈ ഒരു സെന്റാംഗിൾ ആർട്ട് ഒന്ന് ചെയ്താലോ? എങ്ങനെയാണെന്നല്ലേ? ആദ്യം ഒരു ബുക്ക് എടുത്ത് ഇതേ രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കുക. വരച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു 4 ബോക്സ് കിട്ടും. ആ 4 ബോക്സിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന രീതിയിൽ ഡിഫറെന്റ് പാറ്റേൺസിലുള്ള ലൈൻസ് വരച്ചു കൊടുക്കുക. അതായത് ഓരോ ബോക്സിലും ഓരോ ഡിഫറെന്റ് പാറ്റേൺ ആണ് വരയ്ക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തോളുക. അതിനുശേഷം ആ സ്പേസ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം കുറച്ച് കേർഡ് ലൈൻസ് ഫില്ല് ചെയ്യുക. അതായത് ആദ്യത്തെ 3 ബോക്സ് ഒഴിച്ച്, അതായത് നടുക്കത്തെ ഒരു ബോക്സ് ഒഴിച്ച് ബാക്കി എല്ലാ ബോക്സുകളിലും നമ്മൾ കേർഡ് ലൈൻസ് ഫില്ല് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് അടുപ്പിച്ച് വരയ്ക്കാൻ നോക്കുക. പിന്നെ പെർഫെക്ഷൻ ഒന്നും ഇതിനകത്ത് നോക്കേണ്ട കാര്യമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ സെന്ററിലുള്ള ട്രയാങ്കിളിന് മാത്രം ബ്ലാക്ക് കളർ കൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പേനയോ സ്കെച്ചോ മാർക്കറോ എന്താവണമെന്ന് വെച്ചാൽ അത് വെച്ചൊന്ന് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം നിങ്ങൾ പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട, എന്നാലും പറ്റുന്ന രീതി ഒന്ന് വൃത്തിയായിട്ട് ചെയ്യാം. പിന്നെ ഇതൊരു 4 മിനിറ്റോളം വരുന്ന ലെങ്തി ആയിട്ടുള്ള വീഡിയോ, അതാണ് ഞാൻ എത്ര സ്പീഡിൽ കാണിച്ചിരിക്കുന്നത്. ഇനിയൊന്നുമില്ല, ഇതുപോലെ എല്ലാ ബോക്സും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും പെൻസിൽ യൂസ് ചെയ്ത് എല്ലാവരും ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആകെ ചെയ്യാനുള്ളത് ഇപ്പൊ ഈ വീഡിയോ കാണിക്കുന്നത് പോലെ ആ ഓരോ കേർവിലും ജസ്റ്റ് ഈ ബ്ലാക്ക് പേന യൂസ് ചെയ്തൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. അതൊരു 3D എഫക്റ്റ് ഇതിന് കൊടുക്കും. അപ്പൊ നമ്മുടെ ഈ സെന്റാംഗിൾ ആർട്ട് ഇവിടെ കഴിഞ്ഞു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.